ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഡ്രൈവർ എക്സാമുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബയോളജിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകൾ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകൾ എന്ന് പറയുന്ന ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും കൺസെപ്റ്റുകളുമാണ് നമ്മൾ ഈ ഒരു ചെറിയ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നോക്കിക്കൊള്ളുക, ആദ്യം എന്താണ് കലകൾ എന്ന് മനസ്സിലാക്കുക. എന്താണ് കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശങ്ങളുടെ കൂട്ടം, അല്ലെ? കോശങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലകളെന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ജന്തുകലകൾ, മനുഷ്യനുള്ള ജന്തുകലകൾ ഏതൊക്കെയാണ്? ആവരണ കലകളുണ്ട്, നാഡീകലകളുണ്ട്. ആവരണ കലകൾ പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, അല്ലെ? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആവരണ കലകളാണ്. അതേപോലെ തന്നെ നമ്മുടെ അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നതും ആവരണ കലകളാണ്. ഈ ആവരണ കലകൾ നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട്, ആഗിരണം നൽകുന്നുണ്ട്, സ്രവങ്ങളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്. ആ 3 പോയിന്റുകൾ കണക്ട് ചെയ്യുക. അടുത്തത് നാഡീകലകൾ അല്ലെങ്കിൽ നെർവൽ ടിഷ്യൂസ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലകളാണ് നാഡീകലകൾ. അതേപോലെ തന്നെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നതും നാഡീകലകളാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക എന്നുള്ളതാണ് ആവരണ കലകളും നാഡീകലകളും. അടുത്തത് പ്രധാനപ്പെട്ട 4 കലകളാണ്. അതിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. 3ാമത്തെ കലയാണ് പേശി കലകൾ, നമ്മുടെ മസിൽസ്. ഈ പേശി കലകളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. അവയ്ക്ക് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനുള്ള കഴിവുണ്ട്. കണ്ടോ, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനുമുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ശരീരചലനം സാധ്യമാക്കുന്നു. നമുക്ക് ചലനം സാധ്യമാക്കുന്ന കലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പേശി കലകളാണ്. പേശി കലകളാണ് എന്തിനു സാധ്യമാക്കുന്നത്? ശരീരചലനം സാധ്യമാക്കുന്നത്. അപ്പൊ പേശി കലകളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനുള്ള കഴിവുണ്ട്, അതേപോലെ ശരീരചലനം സാധ്യമാക്കുന്നു. അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന യോജക കലകൾ. യോജക കലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട യോജക കലകൾ എന്ന് പറയുന്നത് ഒന്ന് അസ്ഥി, അതേപോലെ തന്നെ തരുണാസ്ഥി, രക്തം, നാരുകലകൾ, അല്ലേ? ഏതൊക്കെയാണ്? അസ്ഥി, തരുണാസ്ഥി, രക്തം, നാരുകലകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കലകൾ അല്ലെങ്കിൽ യോജക കലകൾ. എന്താണ് യോജക കലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം യോജിപ്പിക്കുകയും താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്ന കലകളെയാണ് നമ്മൾ യോജക കലകൾ എന്ന് പറയുന്നത്. അസ്ഥി എന്ന് പറയുന്നത് കാഠിന്യം കൂടിയ യോജക കലകളാണ്. തരുണാസ്ഥി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസ്ഥികളാണ്. കണ്ടോ, എൻ്റെ ഈ ചെവി എന്ന് പറയുന്നത് തരുണാസ്ഥിയാണ്. അപ്പോൾ അത്തരത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസ്ഥികളാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. രക്തം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള യോജകല. അങ്ങനെ PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ദ്രാവക രൂപത്തിലുള്ള യോജകല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രക്തമാണ്. നാരുകലകൾ മറ്റു കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലകളാണ് നാരുകലകൾ എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ജന്തു കലകളുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യോജക കലകളാണ്. നമുക്കൊരു ചോദ്യം നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല, നമ്മൾ കുറേ കലകൾ പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? നാഡീകലയാണോ, പേശികലയാണോ, യോജകലയാണോ, ആവരണകലയാണോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോജക കലകളാണ്. നമ്മൾ പറഞ്ഞ പോലെ അസ്ഥിയും തരുണാസ്ഥിയും രക്തവും നാരുകലകളും അടങ്ങുന്ന യോജക കലകളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, പേശി കലകൾ ചലനം സാധ്യമാക്കുന്നു. ആവരണ കലകൾ ആവരണം ചെയ്യാൻ സഹായിക്കുന്നു. നാഡീകലകൾ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന നാഡീകലകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇനി അടുത്തത് കലകളിൽ നിന്ന് മാറി നമ്മൾ പേശികളിലേക്ക് വരികയാണ്. പേശികള് പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള പേശികളുണ്ട്. ഒന്ന് എന്ന് പറയുന്ന അസ്ഥിപേശിയാണ്, 2 മിനുസപേശിയാണ്, 3 ഹൃദയപേശിയാണ്. അസ്ഥിപേശിയെ നമ്മൾ രേഖാങ്കിത പേശി എന്ന് പറയുന്നത്. കാരണം ഈ അസ്ഥിപേശിയുടെ ആകൃതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സിലിണ്ടർ ആകൃതിയാണ്. ഇതിനെ കുറുകെ ഇത്തരത്തിൽ വരകളുണ്ട്, രേഖകളുണ്ട്, അല്ലെ? സിലിണ്ടർ ആകൃതിയാണ് ഒന്നാമത്തത്. സിലിണ്ടർ ആകൃതിയാണ്, കുറുകെ വരകൾ ഉള്ളത് കൊണ്ട് തന്നെ അസ്ഥിപേശിയെ നമ്മൾ രേഖാങ്കിത പേശി എന്ന് വിളിക്കുന്നു. കണ്ടോ, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. അസ്ഥിപേശി എന്ന് പേര് വരാൻ കാരണം അത് എന്തുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു? അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് അതിന് അസ്ഥിപേശി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടർ ആകൃതിയാണ്. അതിന് കുറുകെ വരകളുണ്ട്. അത് ഐച്ഛിക ചലനം സാധ്യമാക്കുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചലനമാണ് ഐച്ഛിക ചലനം. സോ ഐച്ഛിക ചലനം സാധ്യമാക്കുന്നത് അസ്ഥിപേശികളാണ്. അത്രയും പോയിന്റുകൾ. അസ്ഥിപേശി അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു, സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ്, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്, ഐച്ഛിക ചലനം സാധ്യമാകുന്നു, രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു. ഇനി
മിനുസപേശി അല്ലെങ്കിൽ രേഖാശൂന്യപേശി. അതിൻ്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആകൃതി, രണ്ട് വശങ്ങളും കൂർത്തിരിക്കുന്ന ഒരു ആകൃതിയാണ് മിനുസപേശിക്കുള്ളത്. കണ്ടോ, രണ്ട് വശങ്ങളും കൂർത്തിരിക്കുന്ന ഒരു ആകൃതി. ആ ആകൃതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പിൻഡിൽ ആകൃതി. സ്പിൻഡിൽ ആകൃതി ഇത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലാണ് കാണപ്പെടുന്നത്, ആന്തരിക അവയവങ്ങളിൽ. ഏതെല്ലാം? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുടലിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസപേശി. ഇതിൽ രേഖകളില്ല. അസ്ഥിപേശിയിൽ രേഖകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനെ രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു. ഇവിടെ രേഖകളില്ല, അതുകൊണ്ട് ഇതിനെ രേഖാശൂന്യ പേശി എന്നറിയപ്പെടുന്നു. ഇത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചലനം സാധ്യമാക്കലാണ് അസ്ഥിപേശി. പക്ഷെ ഇതെന്ന് പറയുന്നത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരമല്ലാത്ത ചലനങ്ങൾ, അതായത് ഹൃദയസ്പന്ദനം, ഫുഡിന്റെ മൂവ്മെന്റ്, അതെല്ലാമാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചലനങ്ങളാണ് അനൈച്ഛിക ചലനം എന്ന് പറയുന്നത്. ആ അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നത് ഈ പറഞ്ഞ മിനുസപേശിയാണ് എന്ന് മനസ്സിലാക്കുക. കണ്ടോ, ഇതിന് കുറുകെ വരകൾ ഇല്ല. അടുത്തതാണ് ഹൃദയപേശി എന്നറിയപ്പെടുന്നത്. ഹൃദയപേശി എവിടെ കാണപ്പെടുന്നു? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ഇത് ശാഖ ഉപശാഖകളായിട്ട് ഇത്തരത്തിൽ പിരിഞ്ഞിരിക്കുന്നു. കണ്ടോ, ശാഖ ഉപശാഖകളായിട്ട് പിരിഞ്ഞ് കാണപ്പെടുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഇവിടെയും കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. ഇതേതാ? ഹൃദയത്തിന്റെ ചലനം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ അതെന്താണ്? അനൈച്ഛിക ചലനമാണ്. വളരെ ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടെ വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. അസ്ഥിപേശി എന്ന് പറയുന്ന രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയാണ്, അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു, ഐച്ഛിക ചലനം സാധ്യമാക്കുന്നു. മിനുസപേശി എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസിൽ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു, സ്പിൻഡൽ ആകൃതിയാണ്. ഹൃദയപേശി ഹൃദയത്തിൽ കാണപ്പെടുന്നു, ശാഖ ഉപശാഖകളായിട്ട് പിരിഞ്ഞ് കാണപ്പെടുന്നു, കുറുകെ വരകളില്ല, അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. ആ കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു കൺസെപ്റ്റിലേക്ക് വരാം. നമ്മുടെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രക്തത്തിലുള്ള 55%, രക്തത്തിൽ 55% പ്ലാസ്മയാണെന്ന് നമുക്കറിയാം. ആ പ്ലാസ്മയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആൽബുമിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക, BP റെഗുലേറ്റ് ചെയ്യുക. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ബോഡി ഡിഫൻസ് അല്ലെങ്കിൽ രോഗപ്രതിരോധം സാധ്യമാക്കുക. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകൾ, പ്രധാനപ്പെട്ട പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. അതിൽ ആൽബുമിൻ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു, ഗ്ലോബുലിൻ ബോഡി ഡിഫൻസ് അല്ലെങ്കിൽ രോഗപ്രതിരോധം സഹായിക്കുന്നു, ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ ചോദിക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, പലതവണ PSC ചോദിച്ചതാണ്. ഓക്കെ, ഈ 3 ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. BP ആൽബുമിനാണ്, ബ്ലഡ് പ്രഷർ ഗ്ലോബുലിനാണ്, രക്തം കട്ടപിടിക്കുന്ന ഫൈബ്രിനോജനാണ്. യെസ്. നെക്സ്റ്റ്, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായി തിരഞ്ഞെടുക്കുക. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. ആണോ? തെറ്റാണ്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരികാർഡിയമാണ്. പെരികാർഡിയം അല്ലെ? പെരികാർഡിയം, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പെരികാർഡിയം. ലങ്സ്, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത് പ്ലൂറ. ഇനി മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നതാണ് മെനിഞ്ചസ്. ഓക്കെ, യെസ്. അടുത്തത്, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. എടാ, 2 രക്തക്കുഴലുകളുണ്ട്, ഒന്ന് ധമനികളും സിരകളും. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ധമനികൾ അല്ലേ? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് സിരകൾ. ആ കൺസെപ്റ്റ് പഠിക്കുക. എന്താണ് ധമനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നവരാണ് ധമനികൾ, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന സിരകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ആണോ? അവിടെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആരാണ്? സിരകളാണ്. സോ അതും തെറ്റാണ്. വലത് അറകൾക്കിടയിൽ കാണപ്പെടുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അത് ശരിയാണ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കലിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വലത് കൈ സ്ട്രോങ് ആണ്, ആ രീതിയിൽ ചിന്തിക്കുക. 3 കസ്പിഡുകളുള്ള ട്രൈകസ്പിഡ് വാൽവ് ശരിയാണ്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 80/120 അല്ല, നേരെ തിരിച്ചാണ് നമ്മൾ പറയേണ്ടത്. എന്താണ്? 120/80 എന്ന് പറയണം. അപ്പം അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ആണ് ചോദിച്ചിരിക്കുന്നത്. A, B, D എന്നിവ തെറ്റാണ്. കണ്ടോ? ഇത്തരത്തിലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാൽ കൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ ഹാർട്ട് എന്ന് പറയുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്.
അത് കംപ്ലീറ്റ് പഠിച്ചു തീർക്കുന്നതിന് ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി മനുഷ്യ ശരീരത്തിൽ നിന്ന് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ അസ്ഥി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ മനുഷ്യരുടെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. അസ്ഥികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അക്ഷാസ്ഥി കൂടമെന്നും അനുബന്ധാസ്ഥി കൂടമെന്നും. അതിൽ അക്ഷാസ്ഥി കൂടത്തിലെ തലയോടിൽ അസ്ഥികളുടെ എണ്ണം പഠിക്കുക. തലയോടിൽ അസ്ഥികളുടെ എണ്ണം 29 അസ്ഥികളാണ് തലയോടിലുള്ളത്. മാറൽ എന്ന് പറയുമ്പോൾ ഒരു അസ്ഥിയാണുള്ളത്. വാരിയലിൽ ഒരു സൈഡ് 12 × 2 24 അസ്ഥികളാണ് വാരിയലിനുള്ളത്. നട്ടല് ധാരാളം കശേരുക്കൾ ചേർന്നതാണ്. അങ്ങനെ ടോട്ടൽ 26 കശേരുക്കൾ നട്ടലിലുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? അക്ഷാസ്ഥി കൂടത്തിൽ 29 1 24 26 അല്ലേ? അപ്പോൾ എത്രയാണ്? 30 54 60 80 അസ്ഥികൾ അല്ലേ? 80 അസ്ഥികളാണ് എവിടെയുള്ളത്? 80 അസ്ഥികളാണ് എവിടെയുള്ളത്? അക്ഷാസ്ഥി കൂടത്തിലുള്ളത്. അപ്പം അക്ഷാസ്ഥി കൂടത്തിലുള്ള അസ്ഥികളുടെ എണ്ണം 80. ഇനി അനുബന്ധാസ്ഥി കൂടത്തിലേക്ക് വരുമ്പോൾ തോൾ വലയങ്ങൾ 4 ആണ്, കൈകളിൽ 60 ആണ്, ശ്രേണി വലയം 2 ആണ്, കാലുകളിൽ 60 ആണ്. അപ്പോൾ ടോട്ടൽ 60 60 120 122 126 അസ്ഥികൾ. 126 അസ്ഥികളാണ് അനുബന്ധാസ്ഥി കൂടം. അങ്ങനെ ടോട്ടൽ 126ഉം 80ഉം 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. അപ്പോൾ ആ അസ്ഥികളുടെ എണ്ണം വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിന് തലയോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ കയ്യിൽ 60, കാലിൽ 60, അക്ഷാസ്ഥി കൂടം എന്ന് പറയുന്നത് 80, അനുബന്ധാസ്ഥി കൂടം എന്ന് പറയുന്നത് 120 126. അത് ക്ലിയർ ആയിട്ട് പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. യെസ്, അപ്പം അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയാസ് ആണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഒരു ഏരിയാസിൽ. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ നമുക്കറിയാം. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മറ്റു വീഡിയോസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നമ്മൾ പുറകെ വരുന്നതായിരിക്കും. നമുക്കറിയാം ഡ്രൈവർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് എക്സാമുകൾ കാത്തിരിക്കുന്ന ഒരു വർഷമാണിത്. ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ ഏറ്റവും പുതിയ 60 ഡേയ്സ് ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ പ്രത്യേകതകൾ അറിയാനും അതിൽ ജോയിൻ ചെയ്യാനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു മനുഷ്യ ശരീരത്തിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്ന മറ്റൊരു സെക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും. അന്ന് കുറച്ചുകൂടി നല്ല ചോദ്യങ്ങളും കുറച്ചുകൂടി നല്ല കൺസെപ്റ്റുകളും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.